പ്രിയ പ്രേക്ഷകരെ, കർണാടകത്തിൽ ഷിരൂരിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതെ പോയ അർജുനെ നമ്മളാരും മറന്നിട്ടുണ്ടാകില്ല. ഗംഗാവാലിപ്പുഴയിൽ ദിവസങ്ങൾ നീണ്ട തെരച്ചിലിന് ഒടുവിൽ ആണ് അർജുനെ കണ്ടെത്താൻ സാധിച്ചത്. അർജുൻ മരണപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കാനെങ്കിലും ആ കുടുംബത്തിന് സാധിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പക്ഷേ നമ്മുടെ തീരപ്രദേശങ്ങളിൽ കടലിൽ പോയി ഇപ്പോഴും എന്ത് സംഭവിച്ചു എന്ന് അറിയാത്ത നിരവധിയായ ആളുകളുണ്ട്. ഒപ്പം കടലിൽ പോയി മരണപ്പെട്ടവരുടെ കണക്കും പുറത്തു വന്നിട്ടുണ്ട്. ആ വാർത്തയിലേക്കാണ് ഇനി വിശദമായി. നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ 10 വർഷത്തിനിടെ എത്ര പേർ ആണ് കടലിൽ പെട്ടുപോയി മരണപ്പെട്ടത്? അതിൽ തന്നെ എത്ര പേരെ കാണാതായിട്ടുണ്ട്? നിലവിൽ 7 വർഷം കഴിഞ്ഞാൽ മാത്രമാണ് ഈ കാണാതായവർ മരണപ്പെട്ടു എന്ന സ്ഥിരീകരണത്തിലേക്ക് എത്തുകയുള്ളൂ. അതല്ല എങ്കിൽ പ്രത്യേകമായി സർക്കാർ, അതായത് ഇപ്പോൾ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നമുക്ക് മുന്നിൽ എളുപ്പത്തിൽ ഓർമ്മപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ്. അവിടെയും പല മൃതദേഹങ്ങളും ലഭിച്ചിട്ടില്ല. ചിലരൊക്കെ കാണാതെ പോയവരുടെ പട്ടികയിലാണ്. പക്ഷേ അവർ മരണപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കുന്ന തരത്തിൽ ആണ് റിപ്പോർട്ട് തയ്യാറാക്കുകയും ആ റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുള്ളത്. അതിന് കാരണം മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് മറ്റ് ആനുകൂല്യങ്ങൾ ഒക്കെ അവരുടെ കുടുംബാംഗങ്ങൾക്ക് ലഭിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് ഇനി ഇതാ നമ്മൾ ഈ 10 വർഷം, കഴിഞ്ഞ 10 വർഷത്തിനിടെ കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ കടലിൽ മരണപ്പെട്ടു പോയവരുടേയും അതോടൊപ്പം തന്നെ കാണാതായവരുടെയും പട്ടികയാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. 2015-16 കാലഘട്ടത്തിൽ 43 മരണങ്ങൾ ആണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. 32 പേരെയാണ് കാണാതായിട്ടുള്ളത്. 2016-17 33 മരണം, 26 പേരെ കാണാതായി. 17-18 79 മരണം ആണ് സംഭവിച്ചിട്ടുള്ളത്. 29 പേരെയാണ് കാണാതെ ആയത്. 2018-19 35 പേരെ മരിച്ചതായി സ്ഥിരീകരിക്കുന്നു. 11 ആളുകളെ കാണാതെ പോയിരിക്കുന്നു എന്നുള്ളതാണ്. 2019-20 വരുമ്പോൾ അത് 32-5 എന്ന നിലയിലാണ്. 2020-21 22 പേർ മരണപ്പെട്ടു, 2 പേർ കാണാതായവരുടെ പട്ടികയിലും പെടുന്നു എന്നതാണ്. ഇനി മറ്റ് ഡേറ്റകൾ, അതായത് ഈ കഴിഞ്ഞ 5 വർഷത്തെ കണക്കുകൾ കൂടി നമുക്ക് വിശദമായി പരിശോധിക്കാം. 21-22 33 മരണം, 22-23 34 മരണം, 23-24 54 മരണം എന്നിങ്ങനെയാണ് കണക്കുകൾ. 2024-25 വർഷത്തിൽ 49 പേർ മരണപ്പെടുകയും 8 പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. 2025-26 55 പേർ മരണപ്പെടുകയും 3 പേരെ കാണാതാവുകയും ചെയ്തു. അതായത് കഴിഞ്ഞ 10 വർഷത്തിനിടെ 469 ആളുകൾ ആണ് ഈ നിലയിൽ മരണപ്പെട്ടിട്ടുള്ളത്. 160ഓളം ആളുകൾ ഇപ്പോഴും കാണാതായവരുടെ പട്ടികയിലുണ്ട്. ഈ 160 എന്ന പട്ടികയിലേക്ക് വരുമ്പോൾ ഒരിക്കൽ കൂടി ഇപ്പോൾ 2016 കാണാതായ 32 പേർ, അവരെ കണ്ട് കിട്ടാത്ത സാഹചര്യത്തിൽ തീർച്ചയായും അവർ മരണപ്പെട്ടവരുടെ പട്ടികയിലേക്ക് എത്തിയിട്ടുണ്ടാകാം. കാരണം 7 വർഷം പിന്നിടുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ പട്ടികയിൽ, അതായത് 160 പേരിൽ 7 വർഷം പൂർത്തിയാക്കാത്തവർ മരണപ്പെട്ടു എന്ന സ്ഥിരീകരണത്തിലേക്ക് പോലും പോകുന്നില്ല എന്നതാണ്. അവിടെയാണ് നമ്മൾ നേരത്തെ ഷിജിന്റെ വാർത്ത ഉൾപ്പെടെ ചേർത്ത് വെക്കേണ്ടതായി വരുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി വി അരുൺ തന്നെയാണ് ചേരുന്നത്. അരുൺ, സർക്കാർ സംവിധാനങ്ങൾ പുറത്തുവിട്ടിട്ടുള്ള കണക്കുകൾ ആണല്ലോ ഇത് യഥാർത്ഥത്തിൽ അങ്ങേയറ്റം ആശങ്കപ്പെടുത്തുന്ന ഒരു കണക്ക് കൂടിയാണല്ലോ അരുൺ. തീർച്ചയായിട്ടും നമ്മൾ പലപ്പോഴും വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. കടലിൽ വള്ളം മറിഞ്ഞു, മത്സ്യത്തൊഴിലാളി അപകടത്തിൽപ്പെട്ടു, രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു, കുറച്ചാൾ രക്ഷപ്പെടുന്നു, മറ്റുള്ളവർ ചിലർ മരിച്ചു, ചിലരെ കാണാതെ പോയെന്ന വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷേ കണക്കിൻ്റെ ഒരു ഭീകരത എത്രത്തോളമെന്ന് ഈ കൃത്യമായി ഈ രേഖകൾ പുറത്തു വരുമ്പോഴാണ്. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ പുറത്തുവിട്ട കണക്കാണ്. അത് വിടാനുള്ള കാരണം ഇപ്പോൾ സർക്കാരിന് വലിയ പ്രതിഷേധം തീരദേശങ്ങൾ ഉണ്ടാകുന്നു. ഒരുപക്ഷെ സർക്കാർ ഉദ്ദേശിച്ചത് ഇത് ഒരു പുതിയ സംഭവമല്ല, നിരന്തരം സംസ്ഥാനത്ത് സംഭവിക്കുന്ന, ഏത് സർക്കാർ ഭരിച്ചാലും ഉണ്ടാകുന്ന ഒരു വിഷയമെന്ന ഒരു തോന്നലുണ്ടാക്കാൻ വിട്ട കണക്കാകാം. പക്ഷേ നമ്മൾ അതിൻ്റെ ഏറ്റവും ഭീകരത, ഇത്രയധികം ആളുകൾ ഓരോ വർഷവും കടലിൽ പോയി തിരിച്ചു വരാതെ പോകുന്നു. നമുക്ക് മത്സ്യലഭ്യത കുറയുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ട് മീൻ കിട്ടുന്നില്ല, മീനിൻ്റെ വില കൂടുന്നു. എത്ര ദുഷ്കരമായ സാഹചര്യങ്ങളിലൂടെയാണ് ഈ മത്സ്യത്തൊഴിലാളികൾ ജീവിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ജീവൻ പണയം വെച്ച് തന്നെയാണ് അവർ കടലിലേക്ക് പോകുന്നത്. 2016 പോലുള്ള കണക്ക്, 15-16 പോലുള്ള കണക്കാണ് സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത്. സ്വാഭാവികമായും LDF സർക്കാർ അധികാരത്തിൽ വന്ന സമയം തൊട്ടുള്ള കണക്ക്, 16 സർക്കാർ അധികാരത്തിൽ വന്ന സമയം തൊട്ടുള്ള കണക്കുകളാണ്. 160 മത്സ്യത്തൊഴിലാളികളെ ഇനിയും കണ്ടെത്താനുണ്ട്. അവർ എവിടെയാണെന്ന് നമുക്കറിയാം.
ഈ കടലിൽ പോയി മരിക്കുന്നവർക്ക് പ്രതിക്ഷോഭങ്ങളിലുമൊക്കെ അവർ നിശ്ചിത കാലയളവിന് ശേഷവും തിരിച്ചതിൽ മാത്രമേ അവർ മരിച്ചു എന്ന് കണക്കാക്കാൻ പോലും കഴിയൂ. ആ കുടുംബം അതുവരെ ഇവർക്ക് വേണ്ടി കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. എന്തുകൊണ്ട് തീരദേശത്ത് ഇത്രയധികം നിലവിളികൾ ഉണ്ടാകുന്നു ആളുകൾ കടലിൽ പോയി തിരിച്ചതാകുമ്പോൾ? ഒരുപക്ഷെ ഇതുതന്നെയാണ് കാരണം. അവർ വന്ന ശേഷം മാത്രമേ എന്തെങ്കിലും സഹായം പോലും ആ രീതിയിൽ വന്നില്ലെങ്കിൽ മാത്രമേ ലഭിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം വിലാപങ്ങൾ അവിടെ നിന്ന് ഉയരുന്നത്. 160 പേർ ഇനിയും എവിടെ പോയി എന്ന് 2015-16 മുതൽ ഇന്ന് വരെയുള്ള കണക്കനുസരിച്ച് 160 പേർ എവിടെ പോയി എന്ന് പോലും അറിയാത്ത തരത്തിൽ മിസ്സിംഗ്, സർക്കാരിൻ്റെ കേവലം മിസ്സിംഗ് കണക്കുകളിൽപ്പെട്ട് കിടക്കുകയാണെന്നുള്ള ഏറ്റവും സങ്കടകരമായ കാര്യം. മരിച്ചവരുടെ എണ്ണം അതിൻ്റെ 3 ഇരട്ടിയാണ്. 469 പേർ ഈ 2015-16 മുതൽ 2025-26 വരെ മരണപ്പെട്ടിരിക്കുന്നു ഈ മത്സ്യബന്ധനത്തിന് വേണ്ടി. നമുക്കറിയാം, നമ്മുടെ ഏറ്റവും വലിയൊരു വരുമാന മാർഗം കൂടിയാണ് വലിയ മത്സ്യസമ്പത്തുള്ള സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഉപജീവന മാർഗം തേടുന്നവർ ഇത്രയധികം ദുഷ്കരമായ, ഒട്ടും സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങൾ ജോലി ചെയ്യേണ്ടി വരുന്നവരാണ് എന്നുള്ളതിൻ്റെ തെളിവായി കൂടി കണക്കുകൾ നമ്മൾ കാണണം. 47,773 മത്സ്യത്തൊഴിലാളികളെ ഈ കാലം രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അത് തീർത്തും ആശ്വാസകരമായ കണക്കാണ്. 5072 റെസ്ക്യൂ ഓപ്പറേഷൻസ് നമ്മുടെ വിവിധ സേനാ വിഭാഗങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന കണക്കുമൊക്കെ ഇതിൻ്റെ ഭാഗമായി പുറത്തു വരുന്നു. പക്ഷേ 469 മത്സ്യത്തൊഴിലാളികൾ കഴിഞ്ഞ 10 വർഷത്തിൻ്റെ, അതായത് ഏകദേശം കണക്കെടുത്താൽ പ്രതിവർഷം 46 എന്ന നിലയിൽ, 46-ന് മുകളിൽ എന്ന നിലയിൽ 47ഓളം പേർ ശരാശരി കടലിൽ പോയി മത്സ്യബന്ധനത്തിന് പോയി മരണപ്പെടുന്നുള്ള ഏറ്റവും സങ്കടകരമായ കാര്യമാണ്. ഓഖി വന്ന സമയത്തുണ്ട് കൂടുതൽ അപകടം ഉണ്ടായിട്ടുണ്ടാകാം. എങ്കിൽ പോലും ഈ ഒരു ശരാശരി 40-ന് മുകളിലേക്ക് പോകുന്ന സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾ അപകടത്തിൽപ്പെടുകയാണ്. നമ്മൾ റോഡ് അപകടങ്ങളുടെ മരണനിരക്കുമൊക്കെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുന്നവരുമൊക്കെയാണ്. അവിടെയാണ് ഇത്രയധികം മത്സ്യത്തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നു. അതിൻ്റെ 3 ആളുകൾ തിരിച്ചു വരാത്തവരുടെ പട്ടികയിൽ സർക്കാരിൻ്റെ മിസ്സിംഗ് കണക്കിൽപ്പെട്ട് കിടക്കുന്നു. കുടുംബങ്ങൾ സ്വാഭാവികമായും അവരെ കാത്തിരിക്കുന്നു. എത്ര വർഷം അവർ കാത്തിരുന്നാലും ഒരു പക്ഷേ തിരിച്ചു വരാത്ത ഒരു ആഴങ്ങളിലേക്ക് അവർ പോയിട്ടുണ്ടാകും. എങ്കിലും കാത്തിരിക്കേണ്ട അവസ്ഥ മത്സ്യത്തൊഴിലാളികൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിഴിഞ്ഞത്തെ ആ മകളും പെരുമാതുറയിലെ ഈ ഭാര്യയുമൊക്കെ ഇത്തരത്തിൽ വലിയ പ്രതിഷേധവുമായി സർക്കാർ രംഗത്ത് വരുന്നത്. ഒരുപക്ഷെ അവർക്ക് രാഷ്ട്രീയമൊക്കെ ഉണ്ടാകാൻ അപ്പുറത്തേക്ക് ആ കുടുംബങ്ങളുടെ ആധി വളരെ പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെ കാണാതായി പോകുന്നവരുടെ എണ്ണം 160. അതിൻ്റെ പട്ടികയിലേക്ക് ഇനിയും ആളുകൾ കൂടും, മരണപ്പെട്ടവരുടെ എണ്ണം കൂടും. എന്താണ് ഇതിൻ്റെ പോകുമ്പോൾ ഇത്രയധികം മത്സ്യത്തൊഴിലാളികൾ മരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കണക്ക്. യെസ്, കഴിഞ്ഞ 10 വർഷത്തിനിടെ സംസ്ഥാനത്ത് കടലിൽ പൊലിഞ്ഞ ജീവനുകളുടെ കണക്കുകൾ ആണ്, വിശദാംശങ്ങളാണ് വി അരുൺ നൽകിയത്. നമ്മുടെ രക്ഷാപ്രവർത്തനങ്ങൾ മികവുറ്റതല്ല എന്ന് കുറ്റപ്പെടുത്തലിലേക്കല്ല ഈ റിപ്പോർട്ട് വിരൽ ചൂണ്ടുന്നത്. അതിനപ്പുറത്ത് കാണാതായവരുടെ പട്ടിക പോലും പരിശോധിക്കുമ്പോൾ അവരുടെ കുടുംബങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. രാവും പകലുമൊക്കെ പലർക്കും വേണ്ടിയുള്ള തെരച്ചിൽ നമ്മുടെ ഉദ്യോഗസ്ഥർ നടത്തിയിട്ടുണ്ട് എന്നതിനെ മാറ്റി നിർത്തുകയല്ല. പക്ഷേ കുറച്ചുകൂടി കാര്യക്ഷമമായി നമ്മുടെ സംവിധാനങ്ങൾ പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്കാണ് നമ്മൾ വിരൽ ചൂണ്ടിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.